ആയുസ് എത്താത്തത് കൊണ്ട് അന്ന് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യയ്യയ്യയ്യയ്യേ, ഇതൊക്കെ ഒരു തമാശയല്ലടേ. കൊല്ലാൻ നോക്കുന്നതാണോടാ തമാശ? നിനക്ക് ദീർഘായുസാണെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. നിന്റെ വാചകമടി ഇനി വിലപ്പോകില്ല ചുടായിപ്പ. ഓഹോ, അങ്ങനെയാണോ? ബൈദബായ്, വെറും നീർക്കോലിയായ നീയാണോ എന്നോട് പകരം ചോദിക്കാൻ വരുന്നേ? അവനല്ലടാ അഹങ്കാരി, അവന് വേണ്ടി ഞാൻ പകരം ചോദിക്കും. ഇവൻ ലവനല്ലേ? ക്യാമറ റോളിംഗ്, സ്റ്റാർട്ട് ആക്ഷൻ. അയ്യോ, എത്ര നിനക്ക് കിട്ടിയാലും മതി. അയ്യോ, ഇടികിട്ടി എന്റെ ബോഡി കിണ്ണത്തപ്പ പോലായല്ലോ. ആകെയുള്ള ശിഷ്യനും പോയി, അല്ലെങ്കിൽ ഇടി ഷെയർ ചെയ്യാമായിരുന്നല്ലോ. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോ എന്തെന്നില്ലാത്തൊരാശ്വാസം. ഹലോ കാക്കച്ചേട്ടാ, എന്താ പതിവില്ലാതെ ഗ്രാമത്തിലേക്ക്? ഒരു ചേഞ്ച് ആരാടോ ആഗ്രഹിക്കാത്തത്? ഹാ, എനിക്കാ ഒരു ചേഞ്ചും ഇല്ലാത്തത്. കുറെ കാലമായി ഈ ഗ്രാമത്തിൽ തന്നെയാ ഞാൻ. അവിടെ ആ ചുടായിപ്പനും കൂട്ടരും ഭയങ്കര കച്ചറയാ, മടുത്തു. ഈ ഗ്രാമത്തിലുമുണ്ട് കുറെ ചുടായിപ്പന്മാർ. മനുഷ്യരിൽ പലരും മൃഗീയ സ്വഭാവമുള്ളവരാണ്. സ്വന്തം കാര്യത്തിനപ്പുറത്തായി അവർക്കൊന്നുമില്ല. ഹേയ് കേളാ, ഇതേതാ ഈ കാക്ക? കണ്ടു പരിചയമില്ലല്ലോ. അയൽ വനത്തിൽ നിന്നും വന്നതാ. അതെ, എന്റെ പേര് വേലു. എന്തെങ്കിലും ആവശ്യമുണ്ടേൽ പറയാൻ മടിക്കണ്ട കേട്ടോ. എന്നാ ഞാൻ പോട്ടെ. വേലു ചേട്ടൻ നല്ലവനാ. ഇങ്ങനെ ചുരുക്കം ചിലരെ ഈ ഗ്രാമത്തിലുള്ളൂ. അയ്യോ കല്ല്, ഇപ്പൊ കൊണ്ടേനെ. അത് കൊള്ളില്ല. ഞാനല്ലേ എറിഞ്ഞത്. എനിക്ക് പണ്ടേ ഉന്നമില്ലെന്ന് ഈ കേളന് നന്നായി അറിയാം. അവന്റെ തലയിൽ അതിന്റെ പാടിപ്പോഴും ഉണ്ട്. ഇയാൾ എന്തായി പറയുന്നേ? ഉന്നമുള്ളത് കൊണ്ടല്ലേ പാട് വന്നത്. ഇവൻ ആള് പൊട്ടനാ. ഒരിക്കൽ അടുത്തുള്ള മാങ്ങ കുന്നം വെച്ചെറിഞ്ഞപ്പോ എന്റെ തലക്കിട്ട് കൊണ്ടതാ. ഇവൻ വരുത്തനാണല്ലോ കേള. വരുത്തനാണ്, പക്ഷേ കുറച്ചുനാൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഇവിടെ നാട്ടുകാരെ കൊണ്ട് തന്നെ പൊറുതിയില്ല. അപ്പോഴാ പുറമേന്ന് ഓരോരുത്തരുടെ വരവ്. അയ്യോ, ഓടിക്കോ ഓടിക്കോ, ജീവൻ വേണേ ഓടിക്കോ. വല്ല പുലിയും ഇറങ്ങിയോ? എന്തു പറ്റി? എന്താ ഓടുന്നത്? നിന്നിട്ട് പറയാം. എന്നാ പറ, നീ എന്തിനാ ഓടിയത്? അത് നീ പേടിച്ചോ? പിന്നെ ഇല്ലാതെ, എന്താ കാര്യം എന്ന് പറ. അത് ഒരു കാര്യവും ഇല്ലടേ. അത് നിന്നെ പേടിപ്പിക്കാൻ ചുമ്മാ ഒരു നമ്പർ ഇട്ട് നോക്കിയതാ. ചമ്മിപ്പോയോ? സാരമില്ല കേട്ടോ. നിനക്കൊന്നും ഒരു പണിയില്ലടേ ബ്ലഡി ഫൂൾ.